ജയറാം രമേശ് AICC മാധ്യമ വിഭാഗം തലവനാണ്. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. അദ്ദേഹം പകച്ച പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു തീരുമാനവുമായിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം തിരികെ ഗേറ്റിന് തുറന്ന് ഉള്ളിലേക്ക് തന്നെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. ശ്രീജിത്ത്, തുടരാം. അരി വെന്തിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം വേവ് നോക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എത്രത്തോളം വേവ് ആയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് പോലും അവിടുത്തെ സീനിയർ നേതാക്കൾ തയ്യാറാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 102 സീറ്റ് കിട്ടിയിരിക്കുന്ന വലിയൊരു മാൻഡേറ്റ് കിട്ടിയിരിക്കുന്ന കോൺഗ്രസിന് അവരുടെ ചരിത്രത്തിലില്ലാത്തതുപോലെയുള്ള ഒരു മെജോറിറ്റി കിട്ടിയിരിക്കുന്ന ഒരു സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരത്തെ ചില കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് പെട്ടെന്ന് പൊടുന്നനെ ഒരാൾ വരികയും അതോടുകൂടി ആ ഒരു ഇക്വേഷൻസ് മുഴുവനും മൊത്തത്തിൽ അൺസെറ്റിൽ ആവുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ 3 പ്രധാനപ്പെട്ട ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഏത് ഫോർമുലയാണെങ്കിൽ ആരെ മുഖ്യമന്ത്രിയാക്കിയാൽ, അതായത് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരു തീരുമാനം വളരെ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ ഒരാളിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 2 ആൾക്കാരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിന് തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്നൊരു താല്പര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാം ഹൈക്കമാൻഡ് തന്നെയാണ് നേരത്തെ ഇവിടെ The High Command of the Congress has completed all discussions, and the decision on who the next Chief Minister of Kerala will be announced tomorrow. തീരുമാനം നാളെ പ്രഖ്യാപിക്കും. ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. Delhi or in Kerala? Tomorrow the decision on the next Chief Minister of Kerala will be announced. Where in Delhi or Kerala? ഡൽഹിയിലാണോ കേരളത്തിലാണോ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നതുപോലും വ്യക്തത നൽകുന്നില്ല. പക്ഷേ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രഖ്യാപനമില്ല, നാളത്തേക്ക് പ്രഖ്യാപനം വെക്കുന്നു. ഞായറാഴ്ച സത്യപ്രതിജ്ഞ, അതാണ് തീരുമാനം. പക്ഷേ ഇപ്പോഴും സസ്പെൻസ് നിലനിർത്തുന്നു. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. അല്ല, അരിവെന്തു എന്ന് നമ്മളപ്പോൾ എന്തായാലും അറിഞ്ഞു രേണു. അതൊരു നല്ല കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഒറ്റ പേരിലേക്ക് അവരെത്തുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഒരാളിനെ മുഖ്യമന്ത്രിയായി അല്ല ശ്രീജിത്ത്, ഒറ്റ പേരിലേക്ക് എത്തിയാൽ പ്രഖ്യാപനം നാളത്തേക്ക് വെക്കേണ്ടുന്ന കാര്യമില്ല. അതിൽ ഒറ്റ പേര് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ നാളത്തേക്ക് വെക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് അത് തന്നെ ഞാൻ പറഞ്ഞത്, ഒരാളിനെ പ്രഖ്യാപിക്കുക, ഒരു പേരിലേക്ക് എത്തുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമുള്ള ജോലിയാണ്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലി, ശ്രമകരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആകാതിരിക്കുന്ന മറ്റു 2 ആൾക്കാരെ പിന്നെ എങ്ങനെ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് കൂടി താല്പര്യമുള്ള മറ്റെന്തെങ്കിലും ഒരു പദവിയാണോ, അവർക്ക് കൂടി താല്പര്യമുള്ള ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ആണോ, അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അത് എന്ത് കാരണത്താലാണ് ഈ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതിന് ശേഷവും ഇന്ന് തന്നെ അത് പ്രഖ്യാപിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളായിട്ട് നമ്മൾ കാണുന്നത് പോലെ ഇന്ന് 13-ാം തീയതിയാണ്, അത് ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു തീയതി അല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. എന്തായാലും 14-ാം തീയതിക്ക് പ്രഖ്യാപനം വരും എന്ന രീതിയിലത്തേക്ക് അവർ പറയുന്നു. അതെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അരിവെന്തു, ഇനി അത് വിളമ്പുന്നത് നാളെയാണ്. പക്ഷേ അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള അക്കോമഡേഷനാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷം വീണ്ടും ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ പ്രതീക്ഷിക്കാം. കാരണം രേണു തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടുത്തെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടന്നിരുന്നു. ഘടകകക്ഷികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നതാണ് കൂടുതൽ നല്ലത് എന്ന നിലയ്ക്കാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന് ഒരുപക്ഷെ ഘടകകക്ഷികൾ ഈ 10 ദിവസം ആയപ്പോഴേക്ക് കുറച്ചുകൂടി ഒരു വഴിവിട്ട രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പലരും ഓപ്പണായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. ഇനിയും ഇത് വൈകിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. തനി മലയാളം ഭാഷയിൽ പ്രതികരിക്കേണ്ടുന്ന രീതിയിലേക്ക് ഞാൻ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്ന് ശ്രീ ഷിബു ബേബി ജോണിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നു. തീരുമാനം വന്നതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കാം എന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുന്നു ലീഗിന് വേണ്ടിയിട്ട്. അപ്പോൾ തീരുമാനം വന്നതിന് ശേഷവും ഒരു പ്രതികരണത്തിന്റെ സ്കോപ്പ് അവിടെ ബാക്കിയുണ്ട് എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിക്കുമ്പോൾ അവർക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അവരുടെ ഓപ്പൺ ബാക്കിംഗ് അവിടെ VD സതീശനാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോഴും KC വേണുഗോപാലാണ് വരുന്നത് എങ്കിൽ മാത്രമേ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതികരണം ഓപ്പണായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടുന്ന സാധ്യതയുള്ളൂ. ഇപ്പോൾ വെടിപൊട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയാണ് ആ മുഖ്യമന്ത്രി എന്ന പേരിലേക്ക് വരുന്നത് എങ്കിൽ 2 ക്യാമ്പുകളും താരതമ്യേന ഒന്ന് മയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ
നിശ്ചയമായിട്ടും അടിപൊട്ടും വെടിയും പടക്കവും ഒക്കെ തന്നെ നമുക്ക് പിന്നീട് കാണാമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് രേണു. ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള അടിയും ബഹളവും ഒക്കെ തന്നെ വരാൻ പോകുന്നത് മുഖ്യമന്ത്രി തീരുമാനം കഴിഞ്ഞതിന് ശേഷം മന്ത്രിമാരുടെ തീരുമാനത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ വീണ്ടും ഈ 3 ക്യാമ്പുകൾ ഇവിടെ ഉണ്ടാകും. ഇതിൽ ആർക്കാണ് ഏത് പോർട്ട്ഫോളിയോ ആണ് കൊടുക്കുന്നത്, ഓരോരുത്തരുടെ ക്യാമ്പിൽ നിന്ന് എത്ര മന്ത്രിമാരാണ് വരിക, ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനാണ് വരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എത്ര മന്ത്രിമാരെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കെ സി ക്യാമ്പിനാണോ അവിടെ കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത്, തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ അടി, ഈ മുഖ്യമന്ത്രി തീരുമാനത്തിനേക്കാൾ വലിയ അടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് രേണു. ശരി, ഞാൻ ശ്രീജിത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ഈ സമയം ഒരു ഡിസിഷൻ എടുത്തു, പക്ഷേ അതിന്റെ പ്രഖ്യാപനം നാളെ എന്നതാണ് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം AICC അറിയിച്ചിരിക്കുന്ന വിവരം. നമ്മൾ ഇതുവരെ പറഞ്ഞത് അവിടെ നടക്കുന്ന ചർച്ചകൾ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ചാണെങ്കിൽ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു AICCയുടെ മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ്. നാളെയാണ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നത്. ആദ്യമായി ഈ 10 ദിവസത്തിനിടയിൽ ആദ്യമായി ഒരു പ്രഖ്യാപനത്തിന്റെ സമയം കുറിച്ചിരിക്കുന്ന നേരം കൂടിയാണ് അത്, നാളെയാണ്. അപ്പോഴും ഈ അനിശ്ചിതത്വം തുടരുകയാണ്. 3 ഇടങ്ങളിലായി 3 നേതാക്കൾ അവരുടെ ക്യാമ്പ് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ. വി ഡി സതീശൻ ഇന്ന് ഓഫീസിൽ നിന്ന് അദ്ദേഹം പറവൂരിലേക്ക് എത്തും എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതുപോലും വേണ്ട എന്ന് വെച്ച് വീട്ടിൽ തന്നെ തുടരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ പിരിമുറുക്കം തുടരും. നാളെ ആയിരിക്കും തീരുമാനം ഉണ്ടാകുന്നതെന്ന് അറിയുന്നു. വസന്ത് തെങ്ങുംപള്ളി കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, മലയാളികളുടെ അഭിമാന പ്രശ്നമായി മാറി. വോട്ട് ചെയ്ത് 10ാം ദിവസവും കാത്തിരിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി എന്നറിയാതെ. ഇപ്പോൾ പറയുന്നു നാളെ പ്രഖ്യാപനമെന്ന്. ഇപ്പോഴും ഒരു പേരിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? ഇന്നത്തെ ഇത്രയും മാധ്യമങ്ങളുടെ ഈ വാർത്തകൾ, പ്രചരണങ്ങൾ, അത് കണ്ടിട്ടാണ് ഒരു തീരുമാനമായി എന്നെങ്കിലും അറിയിക്കുന്നത്? അല്ലെ രേണു, നോക്കൂ, ഞങ്ങൾക്ക് തീരുമാനമെങ്കിലുമായി. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ഇന്നും തീരുമാനമായിട്ടില്ല. സംസ്ഥാന സമിതി യോഗം 2 തവണ ചേർന്നു, പോളിറ്റ് ബ്യൂറോ 1 തവണ ചേർന്നു. പ്രതിപക്ഷം അല്ലല്ലോ ഭരണം നടത്തേണ്ടത് ശ്രീ വസന്ത്. അതൊക്കെ എന്ത് ന്യായമാണ്? പ്രതിപക്ഷമല്ല ഭരണം നടത്തേണ്ടത്. ഇവിടെ ഭരണ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുമ്പോ പ്രതിപക്ഷ നേതാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതിയോ? ശരി, അങ്ങ് സംസാരിച്ചോളൂ. എനിക്ക് 1 മിനിറ്റ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ നൽകുന്നില്ലെങ്കിൽ അങ്ങ് സംസാരിച്ചോളൂ, ഞാൻ കേട്ടിരിക്കാം. ഇല്ല, താങ്കൾ പറഞ്ഞോ. ഞാൻ താങ്കൾ പറഞ്ഞതിനോടുള്ള എന്റെ കമന്റ് ആണ്. അല്ലല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അരിയാഹാരം കഴിക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രിയെ പോലെ തന്നെ ഒരു പക്ഷേ ഗവർണർ കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി 3ാമത്തെ പോസ്റ്റാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഈ സംസ്ഥാനത്ത് 4-ാം തീയതി റിസൾട്ട് വരും, 5-ാം തീയതി സംസ്ഥാന സമിതി യോഗം ചേരും, 6-ാം തീയതി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയം എടുത്തെങ്കിൽ കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇച്ചിരി സമയമൊക്കെ എടുക്കും. ചർച്ചകൾ ഉണ്ടാവും, അതിലെന്താ തെറ്റ്? വിവിധ കക്ഷി നേതാക്കളുമായി സംസാരിക്കും, വിവിധ സോഷ്യൽ ഫ്രാക്ഷനുകളുമായി സംസാരിക്കും, അവിടെ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യും. അതിലെന്തോ യാതൊരു വിധ തെറ്റും ഞാൻ കാണുന്നില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ കാലത്തും ചെയ്യുന്നത്, ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ AICC 2 നിരീക്ഷകരെ അവിടേക്ക് ചുമതലപ്പെടുത്തും. ആ നിരീക്ഷകർ പാർലമെന്ററി പാർട്ടി നേതാക്കളെ നേരിട്ട് കാണും, അതായത് ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരെ നേരിട്ട് കാണും. ആ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അവിടെ ഐക്യകണ്ഠമായ ഒരു പേര് വന്നെങ്കിൽ ആ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ആ പേര് പിന്നീട് 2ാമത് വിളിച്ചു ചേർക്കപ്പെടുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ ഒരാൾ ആ പേര് നിർദ്ദേശിക്കുകയും മറ്റേ പിന്തുണയ്ക്കുകയും ചെയ്യും. ഉടനെ തന്നെ ഗവർണറെ കാണും. താങ്കൾ ഈ 10 ദിവസവുമായി ഈ പല ചാനലുകളിലായി ഇത് തന്നെയാണല്ലോ, ഈ പ്രോസസ് എന്താണ് എന്നത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നേതാക്കൾ ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫലം വന്നാൽ 5 മിനിറ്റിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് 50 മിനിറ്റും കഴിഞ്ഞ് 5 ദിവസവും കഴിഞ്ഞത് 10 ദിവസം, 10ാം ദിവസവും ഇല്ല. അതാണ് സാഹചര്യം. അല്ല രേണു, ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇതാ പിടിച്ചോ, 5-ാം തീയതി 4-ാം തീയതി റിസൾട്ട് വന്നാൽ 6-ാം തീയതി മുഖ്യമന്ത്രി ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞവരുടെ പ്രതിപക്ഷ നേതാവ് എവിടെ തന്നെ? അതുകൂടി ചർച്ച ചെയ്യണ്ടേ, അത് പറയണ്ടേ? CPM-ന് എന്താ ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ സാധിക്കാത്തത്? മുഖ്യമന്ത്രി എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് ആകില്ല എന്ന് പിണറായി വിജയൻ പറയുന്ന പൊളിറ്റിക്സ് എന്താ ചർച്ച ചെയ്യാത്തത്? അത് പറയണ്ടേ? ജനങ്ങളോട് ചോദിക്കണം വസന്ത്. അവർക്ക് 35 സീറ്റിൽ ഒതുക്കി അവിടെ ഇരുത്തിയത് കൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.